അപ്പോൾ മച്ചന്മാർ നമ്മൾ -15 ഡിഗ്രിയിലോട്ട് പോയാണ്. അത് ഓഫ് ചെയ്യണേ, അല്ലെങ്കിൽ ഞാൻ മരവിച്ച് ഞാൻ ചത്തുപോകും. ഓക്കെ, ഇത് ഞാനിപ്പോൾ റണ്ണായിക്കൊണ്ടിരിക്കണം, അതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ചെമ്മരിയാടിൻ്റെ ഇറച്ചി, ചെമ്മരിയാട് നാളെ ഒരു മപ്പാസ് ഉണ്ടാക്കാൻ പോവാണ്, സാൽമൺ മപ്പാസ്. ബീഫിൻ്റെ നട്ടലിൻ്റെ അടിയിലത്തെ ഭാഗം. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മ കാണിക്കാൻ പോണത്, ഞാൻ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരാഴ്ച ആവാറായി. ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് കിച്ചൺ, ഈ ഷിപ്പിലെ കിച്ചൺ, അതിൻ്റെ സ്റ്റോറേജ്, നമ്മൾ ഫുഡൊക്കെ എങ്ങനെയാണ് സ്റ്റോറേജ് ചെയ്ത് വെക്കണത്, അത് എത്ര -ഡിഗ്രിയിലാണ്, അപ്പോൾ ചിക്കൻ എവിടെയാണ് വെക്കണത്, ഫിഷ് എവിടെയാണ് വെക്കണത്, വെജിറ്റബിൾ എവിടെയാണ് വെക്കണത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളാണ് ഫുള്ള് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മീറ്റ് റൂം. ഇതിൽ ഫിഷും വെക്കും, മീറ്റും വെക്കും, അങ്ങനെ ഫ്രോസൺ ഐറ്റംസ്. നമ്മൾ വീട്ടിൽ ഫ്രീസർ റൂമിൽ അതിൻ്റെ ഒരു വലിയ കട റൂമാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ -15 ഡിഗ്രിയിലാണ് നമ്മൾ ഇത് സ്റ്റോർ ചെയ്യണത്, മനസ്സിലായോ? അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉള്ളത് കാര്യങ്ങളൊന്നും. വേണ്ട, ഇതിൻ്റെ ഫാൻ ഇപ്പോൾ എങ്ങോട്ട് വന്നേ, ഇതിൻ്റെ ഫാൻ ഇപ്പോൾ റണ്ണായിക്കൊണ്ടിരിക്കണം, അതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. പക്ഷേ ഇത് ഞാൻ ഓഫ് ആക്കിയിട്ട് ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇത് എങ്ങനെയാണ് കയറേണ്ടത് കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പം തൽക്കാലം നമ്മൾ ലോങ് വീഡിയോ ആയതുകൊണ്ട് നമ്മൾ ഇത് ഓഫ് ചെയ്യണേ, അല്ലെങ്കിൽ ഞാൻ മരവിച്ച് ഞാൻ ചത്തുപോകും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഞാനിത് ഓൺ ചെയ്യും, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ജാക്കറ്റൊക്കെ ഇട്ടിട്ട് സേഫായിട്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാൻ. ഓക്കെ, അപ്പോൾ മച്ചന്മാർ നമ്മൾ -15 ഡിഗ്രിയിലോട്ട് പോവുകയാണ്. ശരിക്കും -18 ഡിഗ്രിയാണ് ഇതിൻ്റെ ഉള്ളിൽ വേണ്ടത്. വാ വരൂ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ തന്നെ, അപ്പോൾ ഇത് ചിക്കനാണ്, ഫ്രോസൺ ചിക്കനാണ് ഇരിക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ആണ്ടാ ഫ്രോസൺ ചിക്കൻ. അപ്പോൾ നമുക്ക് ഒരു മാസത്തിൽ 2 പ്രാവശ്യമാണ് ഇവിടെ ഫുഡ് സപ്ലൈ വന്നത്. അതിൽ 15 ദിവസത്തിൽ നമ്മൾ ഫ്രഷ് വെജിറ്റബിൾ എടുക്കും ഒരു മാസത്തിൽ. അതിൻ്റെ കൂടെ നമ്മൾ ഫ്രോസൺ എടുക്കും. ഫ്രോസൺ ഒരു മാസത്തേക്ക് നമ്മൾ എടുക്കും. പക്ഷേ 15 ദിവസം 20 ദിവസത്തേക്കാണ് നമ്മൾ വെജിറ്റബിളൊക്കെ എടുക്കേണ്ടത്. ഇപ്പോൾ ഇന്ത്യ ദുബായ് ആ ഒരു ട്രേഡിങ്, ആ ഒരു സെയിലിംഗ് കപ്പലായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോണത്. അല്ലെങ്കിൽ ലോങ് സെയിലിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ പ്രൊവിഷൻ ഒറ്റയടിക്ക് ഏതെങ്കിലും രാജ്യത്തു നിന്ന് എടുത്ത് നോക്കും. അപ്പം എല്ലാവർക്കും നാട്ടിൽ അധികം കിട്ടാത്തതും നമ്മുടെ ഫേവറേറ്റ് സാധനമായ എന്താണത്, സാൽമൺ. അപ്പോൾ നാളത്തേക്ക് നമ്മൾ സാൽമൺ ആണ് കുക്ക് ചെയ്യാൻ പോണത്. സാൽമൺ പല രീതിയിൽ കുക്ക് ചെയ്യും. നമ്മൾ നാളെ ഒരു മപ്പാസ് ഉണ്ടാക്കാൻ പോവാണ്, സാൽമൺ മപ്പാസ്. അപ്പോൾ സാൽമൻ്റെ ഫ്രോസൺ സാൽമൺ ഞാൻ കാണിച്ചു തരാം മോനെ. ഇതാണ് ഫ്രോസൺ സാൽമൺ, മനസ്സിലായ? ഇത് ഫീമെയിലാണ്, മെയിലല്ല. അപ്പോൾ ഇതിൻ്റെ മുട്ടയൊക്കെ എടുത്തിട്ട്, മുട്ടയ്ക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, മുട്ടയൊക്കെ എടുത്തിട്ട് ആൾക്കാർ നമുക്ക് ഇത് തരും. ഭയങ്കര കോസ്റ്റ്ലിയാണ്, എന്തോ കിലോന് എന്തോ ഒരു $16 എങ്ങാണ്ടുണ്ട്, ലുലു മാളിലൊക്കെ ഉണ്ട് സംഭവം. അപ്പോൾ സാൽമൺ സെക്ഷനാണ് ഇത്. എന്ന് വെച്ചാൽ നമ്മുടെ പാമ്പാടാന്ന് പറയും, തെരണ്ടി എന്നൊക്കെ, അല്ല തെരണ്ടി അല്ല, തളയെന്നൊക്കെ നാട്ടിൽ പറയും. മുനമ്പത്തായിരിക്കും, അല്ല അങ്ങനെ കൊച്ചി ഹാർബർ റോഡ് ബന്ധപ്പെട്ടായിരിക്കും കറക്റ്റായിട്ട് ഇതറിയാൻ പറ്റും ഇതിൻ്റെ പേരെന്ന്. പിന്നെ ഉള്ളത് ക്രാബ് മീറ്റ് ഉണ്ട്, പിന്നെ ക്രാബ് ഉണ്ട്, ഞണ്ടുണ്ട് ഇല്ലേ, നമ്മുടെ കുട കൊണ്ടാ നോക്കുന്നത്. ക്രാബ് കണ്ട, ക്രാബ് നമുക്ക് ഓൺ ബോർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ക്രാബ് നമുക്ക് തിരിച്ചു നോക്കാം. പിന്നെ ഉള്ളത് ഇതെന്താണ് അറിയോ, ഐക്കുറ എന്നൊക്കെ പറയും, കിങ് ഫിഷ് എന്ന് പറയും, അറിക്ക എന്ന് പറയും. പല രീതിയിൽ പല സ്ഥലത്ത് പല നെയിമാണ് ഇതിന്. ഓക്കെ, പിന്നെ ഉള്ളത് അല്ല പെടക്കട വറ്റയല്ല, ഇത് ഡീഫ്രോസ് ചെയ്യുമ്പോൾ അറിയാം പെടക്കോ ഇല്ലേന്ന്. ഓക്കെ, വറ്റ. പിന്നെ ഇത് റെസ്നാപ്പർ ഫില്ലറ്റ് എന്ന് പറയും, അത് ബോൺലെസ് ആണ്. പിന്നെ ചിക്കൻ്റെ കീമി ഉണ്ട്, പിന്നെ ബ്ലാക്ക് പോംഫ്രെറ്റ്, മാച്ച എന്നൊക്കെ പറയും. മട്ടൻ ക്യൂബ്ലെസ് വിതൗട്ട് ബോൺ. ചെമ്മരിയാടിൻ്റെ ഇറച്ചി, ചെമ്മരിയാട് ഓസ്ട്രേലിയൻ ഷീപ്പ്, അതിൻ്റെ ഇറച്ചിയാണ്. നമ്മുടെ നാട്ടിലെ മട്ടനേക്കാളും വേറൊരു ടേസ്റ്റാണ് ഇനി കേട്ടോ. പിന്നെ എല്ലാവരും ഫേവറേറ്റ്
ബീഫ് ടെൻഡർലോയൻ, ബീഫിൻ്റെ നട്ടലിൻ്റെ അടിയിലത്തെ ഭാഗം നല്ല സോഫ്റ്റാണ്, നല്ല എക്സ്പെൻസീവാണ്. നമ്മുടെ നാട്ടിൽ സ്റ്റേക്കിനൊക്കെ ഉപയോഗിക്കും. പോർക്കിൻ്റെ ബേക്കൺ, മട്ടനാണ്, ചിക്കൻ ലെഗ്, പിന്നെ പോർക്കിൻ്റെ ലെഗ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, മൈനസിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പം. പിന്നെ ഫ്രോസൺ സമൂസാസ്, ബർഗർ പാറ്റീസ്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ഫ്രോസൺ പൊറോട്ടാസ്, പിസ്സയുടെ ബേസ് കാര്യങ്ങൾ, പനീർ കാര്യങ്ങൾ, പിന്നെ ബ്രൗൺ ബ്രെഡ്, വൈറ്റ് ബ്രെഡ്, മൾട്ടിഗ്രെയിൻ ബ്രെഡ്, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഐസ്ക്രീംസ്, വെറൈറ്റി ഓഫ് ഐസ്ക്രീം. മച്ചാമാരെ കാണൂ, എത്ര തരം വെറൈറ്റി ഐസ്ക്രീം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ വന്നിട്ട് നോക്കിയിട്ടുള്ളൂ കാര്യങ്ങളെല്ലാം. എന്നാലും ഓൾമോസ്റ്റ് എല്ലാ കപ്പെല്ലാം കിട്ടുന്ന പോലത്തെ ഐസ്ക്രീം ഉണ്ട്. എന്നാലും ഞാൻ ഓർഡർ ചെയ്യണത്, നമുക്ക് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം. ഏത് ബ്രാൻഡ് ഐസ്ക്രീം, ഏത് ടൈപ്പ് ഐസ്ക്രീം വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം. സ്നിക്കേഴ്സിൻ്റെ ഐസ്ക്രീം നിങ്ങൾ നാട്ടിൽ കണ്ട് കുറവായിരിക്കും, പക്ഷേ ഇപ്പം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത് സ്നിക്കേഴ്സ് ബാറ് ചോക്ലേറ്റ് ഇല്ല, ഐസ്ക്രീമാണ് കേട്ടാ. പിന്നെ മെയിനായിട്ട് ഇവിടെ പറയാനുള്ളത് വേറെ ചിക്കൻ നഗറ്റ്സ്, പിന്നെ ഫ്രോസൺ, ഇതുണ്ട വെണ്ടക്ക ഫ്രോസൺ, പിന്നെ മൊസറല്ല ചീസ്, ഫ്രോസൺ വെജിറ്റബിൾ, സ്വീറ്റ് കോൺ, അങ്ങനത്തെ കുറേ ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഫ്രോസണിൽ നമുക്ക് കമ്പനി തന്നത്. പക്ഷേ ഇതിലും കൂടുതൽ സാധനങ്ങൾ തരും. ഇനി ഞാൻ ഓർഡർ ചെയ്യാണ്ട് നല്ല വെള്ള ആഗോലി, സ്ക്വിഡ്, പിന്നെ മറ്റേ സംഭവം ഉണ്ടായില്ലടാ ചെമ്മീൻ, ക്ലീൻ ചെയ്ത് നല്ല ചുടുതുടുത്ത നല്ല ചെമ്മീൻ കണ്ടോ, വലിയ കട്ട ചെമ്മീൻ കണ്ടോ നിങ്ങൾ. ഇത് ടൈഗർ പ്രോൺസ് ആണ്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ഐറ്റംസും കൂടി എനിക്ക് ഇനി ഓർഡർ ചെയ്യാനുണ്ട്. കുറച്ച് നല്ല ബീഫ് സ്റ്റേക്കിൻ്റെ കഷ്ണങ്ങളും, ലാം ചോപ്പും, ടീ ബോൺ സ്റ്റേക്കും, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഓർഡർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെന്താണെന്നറിയോ, മൈദയും ആട്ടയുമാണിത്. നമ്മൾ എന്തിനാണ് ഈ മൈനസിൽ മൈദയും ആട്ടയും വെച്ചേക്കണെന്ന് വെച്ചാൽ എന്തിനാണെന്നറിയോ, ഇതിൻ്റെ ഉള്ളിൽ മറ്റേ പ്രാണിയിൽ കീടാന്ന് പറയും, അത് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചേക്കണത്. ഇതൊരു അലാറമാണ്. നമ്മൾ ഇവിടെ പെട്ടുപോയാൽ, ഇതിൻ്റെ ഉള്ളിൽ പെട്ട് ഈ ലോക്കൊന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇത് പിടിച്ച് തിരിച്ചാൽ നമ്മുടെ കിച്ചണിലും മുകളിലത്തെ നാവിഗേഷൻ ഓഫീസിലും എഞ്ചിൻ റൂമിലും എല്ലായിടത്തും ഒച്ച വരും, കണ്ടിന്യൂസ് അലാറം വരും. അതിനു വേണ്ടിയാണിത്. അതുകൊണ്ട് സേഫ്റ്റി ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോയാൽ മരവിച്ച് ചാവില്ല നമ്മൾ. ഓക്കെ, ബാ ഇറങ്ങിക്കോ. അപ്പം ഇത് നമ്മൾ ബാക്ക് ടു ടെമ്പറേച്ചർ ആക്കണം. ടെമ്പറേച്ചർ ഡിക്രീസ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും, അലാറം വരും. വേണ്ടാ, ഇപ്പോൾ 11 നമ്മൾ 15 കയറിയത്. എന്താ പിന്നെയുള്ളത് വെജിറ്റബിൾ റൂമാണ്. വെജിറ്റബിൾ റൂമിൽ നമ്മൾ എന്തൊക്കെ വെക്കും, അത് 3 ഡിഗ്രി 5 ഡിഗ്രിയിലാണ് കേട്ടോ, മൈനസ് അല്ല, 3 ഡിഗ്രി 5 ഡിഗ്രിയിൽ. അതും നമുക്കിപ്പോൾ ജസ്റ്റ് ഓഫ് ചെയ്യാം. എന്താ കാര്യം എന്ന് വെച്ചാൽ നോയ്സ് ഉണ്ടാവും, മറ്റേ ഫാനില്ലേ, ഫ്രിഡ്ജിൻ്റെ ഫാൻ കറങ്ങണ കാരണം. അപ്പോൾ നമുക്ക് വെജ് റൂമിലോട്ട് പോവാം. വെജിറ്റബിൾ റൂമിൽ നമുക്ക് എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്തേക്കണമെന്ന് നമുക്ക് കാണാം. ഓക്കെ, അതൊന്ന് അടിച്ച്. അപ്പോൾ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വെജിറ്റബിളും ഫ്രൂട്ട്സും ആണ് മെയിനായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ചില ഷിപ്പിൽ ഡയറി റൂം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ആ സ്റ്റോറിൽ പോയപ്പോൾ ഫിഷും മീറ്റും ഒരുമിച്ച് കണ്ടില്ലേ. ചില ഷിപ്പിൽ ഫിഷ് റൂമും മീറ്റ് റൂമും തമ്മിൽ നല്ല ഡിഫറൻറ്റ് ഉണ്ടാവും. രണ്ടും 2 സ്റ്റോറാക്കി വെക്കാറുണ്ട്. അപ്പോൾ അവിടെ ഒറ്റ ഇതുള്ളൂ. ഇതുപോലെ തന്നെ ഇവിടെയും വെജ് റൂമും ഡയറി റൂമും, ഡയറി ഐറ്റംസ് മാത്രം വെക്കുന്ന റൂംസ് ഉണ്ട്. പക്ഷേ ഇവിടെ 2 ഒരുമിച്ചാണ്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഡയറി ഐറ്റംസും വെക്കും, ഒരു സൈഡിൽ നമ്മൾ വെജിറ്റബിളും ഫ്രൂട്ട്സും അറേഞ്ച് ചെയ്യും. അപ്പോൾ ഇത് അമൂലിൻ്റെ മറ്റേ ടെട്രാ പാക്ക്ഡ് ലോങ് ലൈഫ് എക്സ്പയർഡ് ഉള്ള മിൽക്കാണ് നമുക്ക് ഇവിടെ ഓൺ ബോർഡ് കിട്ടുന്നത്. ഓൺ ബോർഡ് എന്ന് വെച്ചാൽ ഷിപ്പിൽ കിട്ടുന്നത്. ഓക്കെ, പിന്നെ ലസ്സി കിട്ടും, പിന്നെ ജ്യൂസ് ട്രോപ്പിക്കാന മറ്റേ അങ്ങനെ കുറേ ബ്രാൻഡുള്ള ജ്യൂസ് കിട്ടും. മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, ഗ്രേപ്പ്, അത് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, പൈനാപ്പിൾ. അപ്പോൾ ഇത് നമ്മൾ ഒരു മാസത്തേക്കെങ്കിലും എടുത്ത് വെക്കണം. പിന്നെ ഫ്രൂട്ട്സ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഉമ്മട്ടിങ്ങ, ആപ്പിള്, വാട്ടർമെലൺ, സ്വീറ്റ് മെലൺ, പിന്നെ പോമഗ്രാനേറ്റ്, ഓറഞ്ച്, പേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണുള്ളത്. പിന്നെ നമ്മൾ റെഡിമെയ്ഡ് എന്തിനാണ് സ്വീറ്റ്സ് ഓർഡർ ചെയ്യാറുണ്ട്. പിന്നെ അത് മൈസൂർ പാക്ക്, അങ്ങനത്തെ എന്താ പറയുക
അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്യും. കണ്ടോ, വെണ്ടക്ക, പിന്നെ ഡയറി ഐറ്റം, ബട്ടർ, അമൂലിൻ്റെ ബട്ടർ, പിന്നെ മുരിങ്ങാക്കോല്, കോളിഫ്ലവർ, ലെമൺ, പിന്നെ നമ്മുടെ അച്ചിങ്ങ, ബ്രൊക്കോളി, ലെറ്റൂസ്, മത്തങ്ങ, നമ്മൾ നോർമലി നാട്ടിൽ എന്താ പറയുക വാങ്ങാറുള്ള അതെ കോളിഫ്ലവർ. ഇതായാലും ഒരു 10-15 കിലോ 20 കിലോ അടുത്ത് വരോട്ടെ, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ എടുത്ത് വെച്ചാലും ചീത്തായി പോകും. ഇത് ക്യാരറ്റാണ്, ഇന്ത്യയിൽ നിന്ന് വന്നതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്തൊക്കെ അടിച്ചിട്ടാണ് വന്നതെന്ന് നമുക്കറിയില്ല. പിന്നെ ബീൻസ്, നമുക്ക് ഇത് കപ്പലിൽ നമ്മൾ ചെന്ന് വാങ്ങാൻ പറ്റുള്ളൂ. നമ്മൾ എന്തൊക്കെ വേണം അതൊക്കെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തിട്ട് കമ്പനിക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഏത് രാജ്യത്താണ് ഏത് പോർട്ടിലാണ് വന്നത് അതനുസരിച്ച് അവർ നമുക്ക് സപ്ലൈ ചെയ്യും. അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങൾ വന്നത്. ഇതുപോലെ തന്നെ നമ്മൾ പരിപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിലും മറ്റേ കീട വണ്ട് വരാനായിട്ട് നല്ല ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കീട വന്നാലും ഇൻസ്പെക്ഷൻ വന്നാലും നമുക്ക് പണി കിട്ടും. പിന്നെ ഇവിടെ മുട്ട നമുക്ക് കേസ് കണക്കിന് മുട്ട ഓർഡർ ചെയ്യും. അപ്പോൾ മുട്ടയും വരാറുണ്ട്. കണ്ട, ഇതെല്ലാം മുട്ടയാണ്, ഇതെല്ലാം ഇന്ത്യയിൽ നിന്ന് വന്ന മുട്ടയാണ്. പിന്നെ പീച്ചിങ്ങ, കുക്കുംബർ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. നമുക്ക് നോർമലി ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യൻസ് കഴിക്കുന്നത്, ഇന്ത്യക്കാർ മാത്രമുള്ളൊരു കപ്പലാണ്. അതുകൊണ്ട് ആണ് ഇങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളും. മിക്സ് ക്രൂ ഒക്കെ ആണെങ്കിൽ പലതരം, ഇപ്പോൾ ചൈനീസ്, ഫിലിപ്പിനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വരും. അടിയിൽ ഇഷ്ടമായിട്ട് ഇരിപ്പുണ്ടാവും, വലിച്ച് ഞാൻ എടുക്കാനുള്ളത്. ഇതൊക്കെ മൊത്തം ആപ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ഇതിലുള്ളത്. ഏത് വെജ് റൂമിൽ. അപ്പോൾ ഇനി നമ്മ കാണിക്കാൻ പോണത്, ഇനി ഇതൊക്കെ ഊരി വെക്കാം. ഇനി കാണിക്കാൻ പോണത് മസാല ഐറ്റംസ്, സോസസ്, ഡ്രൈ ഐറ്റംസ് ആണെങ്കിൽ കാണിക്കാനുള്ളൂ. ഡ്രൈ ഐറ്റംസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കോൺഫ്ലെക്സ്, പിന്നെ എന്താ പറയുക മുസ്ലി, സോനാപപ്പടി, ടീ ബാഗ്സ്, ആൻഡ് ഇത് മൊത്തം ഇന്ത്യൻ മസാല ഉണ്ടോ. ഇന്ത്യൻ മസാലയുടെ സെക്ഷനാണിത്. ഇതിൽ ഓൾമോസ്റ്റ് ഒരു 10-17 തരം മസാലകൾ തന്നെ ഇവിടെ ഉണ്ട്. ഇതെല്ലാം എക്സ്പയറൊക്കെ നോക്കി കറക്റ്റായിട്ട് ഓർഡർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഗ്രീൻ ടീ, അച്ചാറുകൾ, പിന്നെ ഇവിടെ മയണൈസ് കാര്യങ്ങൾ, ക്രീം, ഗുലാബ് ജാം, ദെൻ പിന്നെ നമ്മുടെ ഡ്രസ്സിങ്സ്, കോണ്ടിനെൻ്റൽ ഡ്രസ്സിങ്സ്, 1000 ഐലൻഡ് ഡ്രസ്സിങ്സ്, മയണൈസ്, പിക്കിൾസ്, ടൊമാറ്റോസ്, സോസസ്, അങ്ങനത്തെ കാര്യങ്ങൾ, ചൈനീസ് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ക്യാൻഡ് ടൂണ, ബ്ലാക്ക്ബെറി ജാം, കോൺ സ്റ്റാർച്ച്, അങ്ങനെ വാനില കേക്ക്, എൻ്റെ മിക്സ്, മറ്റേ മറിച്ചത്, ഇഷ്ടം വരെ പറയാനാണെങ്കിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ ഉണ്ട്. ഓൺ ബോർഡ് ഒന്നും കിട്ടാത്തതൊന്നുമില്ല, പക്ഷെ എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. മനസ്സിലായി? ഇപ്പോൾ മറ്റേ നുറുക്ക്, നമ്മൾ സ്നാക്സ് കാര്യങ്ങൾ ഇഷ്ടംമാരുണ്ട്. എന്താ ഇതൊക്കെ ഇങ്ങനെ വന്ന് കിടക്കും. ആൾക്കാർ ഇഷ്ടാനുസരിച്ച് നമുക്ക് ഇത് കഴിക്കാം. ഒരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഇല്ല. പണ്ടൊക്കെ ഭയങ്കര എന്താ പറയുക റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും കൺട്രോൾ ചെയ്തൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് വെച്ചത്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമുക്ക് ഹോർലിക്സ് വരും നമ്മുടെ നാട്ടിൽ, ബൂസ്റ്റും. ഇവിടെ കാലത്ത് ഹോർലിക്സ് ആണെങ്കിൽ വൈകിട്ട് ബൂസ്റ്റാണ് ആൾക്കാർ കഴിക്കുന്നത്. മനസ്സിലായോ? അപ്പം അത്രയും ഫെസിലിറ്റീസും ഫുഡും കാര്യങ്ങളും സർവീസുമാണ് നമുക്ക് കമ്പനി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് വേറൊരു സ്റ്റോറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ കാര്യങ്ങൾ, ഉപ്പ്, അരി, ഷുഗർ, ഇതുപോലെ തന്നെ കുറേ കോൺഫ്ലെക്സ്, പിന്നെ മാഗി ഐറ്റംസ്. ഇവിടെ യൂസ് ചെയ്യണ എല്ലാ അരിയില്ലേ ബസുമതി റൈസ് ഉണ്ടോ. ഇവിടെ ബസുമതി റൈസ് മാത്രം യൂസ് ചെയ്യുള്ളൂ എല്ലാ ദിവസവും. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇതെന്താണ്, ഇത് ആരെങ്കിലും നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ട് ഫുഡ് വേസ്റ്റ് കയറ്റി വെക്കും. ഇത് ഫുഡ് വേസ്റ്റ് ഇപ്പോൾ 12 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് വേസ്റ്റ് ഡയറക്റ്റ് കടലിൽ കളയാൻ പറ്റുള്ളൂ. അതിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ മിക്സിയിലിട്ട് അരക്കണ ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ പോർട്ടിലോ ആങ്കറിലോ കിടന്നാൽ നമുക്ക് ഫുഡ് വേസ്റ്റ് കടലിൽ ഡയറക്റ്റ് കളയാൻ പറ്റില്ല. അതുകൊണ്ട് ആ ടൈമിൽ വരുന്ന ഫുഡ് വേസ്റ്റ് നമ്മൾ എടുത്ത് ഇവിടെ സ്റ്റോറേജ് വെക്കും. എന്നിട്ട് ഓപ്പൺ സീ കടലിലേക്ക് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ അതെടുത്ത് കളയും. അപ്പം നമ്മൾ ബാക്കിയുള്ള ഫുഡ് വേസ്റ്റ് ആ ടൈമിൽ ഇതൊരു എന്ന് വെച്ചാൽ ഇതിൻ്റെ ശരിക്കുള്ള പേരെന്ന് വെച്ചാൽ കമ്മ്യൂണിറ്ററാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫുഡ് വേസ്റ്റ് ഇട്ടിട്ട് നമ്മുടെ ബാക്കി വരുന്ന ഫുഡ് വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഇത് ഓൺ ചെയ്താൽ ഇതിങ്ങനെ കറങ്ങും. ഇതിങ്ങനെ കറങ്ങി ഗ്രൈൻഡായി ഇതിൻ്റെ ഉള്ളിലേക്ക് ഫുഡ് വേസ്റ്റ് നമ്മൾ ജ്യൂസ് പോലെ പോകും. ഇതൊരു വലിയ മിക്സി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഫുഡ് വേസ്റ്റ് ഗ്രൈൻഡ് ചെയ്യണ മിക്സി. അങ്ങനെയൊക്കെ ഫുഡ് വേസ്റ്റ് കളയാൻ പറ്റുള്ളൂ.
അപ്പം ഇനി ഈ ഒരു സ്റ്റോറുണ്ട്. ഈ ഒരു സ്റ്റോറിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിക്കൊണ്ട് ഇരിക്കണം. അതുകൊണ്ടാണ് ഞാൻ താഴ്ത്ത് പൂട്ടി വെച്ചേക്കുന്നത്. കാരണം വെച്ചാൽ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരെ നമുക്ക് എടുക്കാൻ ചാൻസ്. ഇത് മൊത്തം ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. കാഷ്യൂനട്ട്, ബദാമോ, വാൾനട്ട്, പിന്നെ അതുപോലെ തന്നെ ഏലക്ക, പിന്നെ എസെൻസ്, പിന്നെ റേസിൻസ്, പിന്നെ നമ്മുടെ ഗോൾഡ്, നെസ്കഫേയുടെ ഗോൾഡിൻ്റെ കോഫി, ഒലിവ് ഓയിൽ, എക്സ്ട്രാ ഐറ്റംസ്. ഇതൊക്കെ നല്ല പൈസ, നല്ല എക്സ്പെൻസീവ് ഉള്ള സംഭവമാണ്. ഇതൊക്കെ നല്ല കൗണ്ടഡ് ആണ്. അതുകൊണ്ടാണ് ഇത് മാത്രം പൂട്ടിയിട്ടേക്കുന്നത്, മനസ്സിലായോ? അപ്പം ഇനി നമ്മൾ കാണാൻ പോണത് ഷിപ്പിലെ കിച്ചണാണ്. ഇപ്പോൾ വൈകിട്ട് ആയതുകൊണ്ട് ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഫുള്ള് വെജിറ്റബിൾസും പാത്രങ്ങളും അതൊക്കെ ആയിട്ടായിരിക്കും ഇവിടെ ഇരിക്കണത്. അതുകൊണ്ട് ഇപ്പം ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇത് നമുക്കൊരു സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു ഫ്രിഡ്ജാണ്. ഇതും ഒരു ഫ്രിഡ്ജാണ്. ഇതൊരു സ്റ്റോറേജ് സെക്ഷൻ പോലെ ഒരു ചെറിയൊരു ഫ്രിഡ്ജാണ്. ഇനി മെയിൻ ഹൈലൈറ്റ്, നിങ്ങളെല്ലാവരും വിചാരിക്കും ഷിപ്പിൽ എങ്ങനെ കുക്ക് ചെയ്യും. എല്ലാവരും നമ്മുടെ വീട്ടിൽ ഗ്യാസ് അടുപ്പിലല്ലേ കുക്ക് ചെയ്യണം. ഗ്യാസ് വന്നിട്ട് ഇങ്ങനെ ഇവിടെ വന്നിട്ട് കുക്ക് ചെയ്യും. പക്ഷേ ഇത് ഫുള്ള് ഹോട്ട് പ്ലേറ്റ് എന്ന് പറയും, ഇലക്ട്രിക് കുക്ക്. ഇതിൻ്റെ അടിയിൽ മറ്റേ കോയിലുണ്ട്. അത് ചൂടാവുമ്പോൾ ഇവിടെ ഒരു 600 ഡിഗ്രി വരെ ചൂടാവുന്നൊരു സംഭവമാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പാത്രങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യണത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ഓൺ ചെയ്തിട്ട് അപ്പം തന്നെ ഇതൊന്നും ചൂടാവില്ല. ഓൺ ചെയ്തൊരു 15 മിനിറ്റ് കഴിഞ്ഞാലേ ചൂടാവുള്ളൂ, മനസ്സിലായോ? അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് 600 ഡിഗ്രിയാണ് ഈ പാത്രത്തുമ്മ കിട്ടുന്നത്. അപ്പോൾ വേഗം ചൂടാവും. പട്ടപ്പട്ടാന്നായിരിക്കും കുക്കിങ് കാര്യങ്ങൾ, എണ്ണയൊക്കെ തിളക്കണത്. നമ്മുടെ നാട്ടിൽ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് എണ്ണ തിളക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും മിനിമം വേണം. അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് 2 മിനിറ്റെങ്കിലും വേണം. പക്ഷേ ഇവിടെ അതില്ല. പട്ടയെന്ന് എല്ലാം ആവും. അതിന് 1 2 3 4 5 6 പാത്രം വെച്ചിട്ട് 6ലും കുക്ക് ചെയ്യുക, മനസ്സിലായോ? അത്രയും വലിയക്കായിട്ടൊരു സംഭവമാണിത്. പിന്നെ നമുക്കുള്ളത് ഇവിടെ നമുക്ക് ദോശ ചുടാ, ചപ്പാത്തി ചുടാ, അപ്പം ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് നമുക്ക് ഹൈഡ്രോളിക്കായിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. പിന്നെ ഉള്ളൊരു ഡീപ്പ് ഫ്രൈഡ് ഫ്രയർ ആണ്. നമ്മുടെ KFC ചിക്കൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇതിലുണ്ടാവും, മനസ്സിലായോ? പക്ഷെ ഇവിടെ ഞാനത് യൂസ് ചെയ്യാറില്ല ഇപ്പോൾ. പിന്നെ വലിയക്കാട്ടൊരു ഹെവി ഡ്യൂട്ടി മെഷീൻ ഉണ്ട്, ഡോ മിക്സർ എന്ന് പറയും. ചപ്പാത്തിയൊക്കെ കുഴക്കണമെന്നുണ്ടെങ്കിൽ നല്ല വലിയ ക്വാണ്ടിറ്റിയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യും ഞങ്ങൾ. പിന്നെ ഒരു റൈസ് കുക്കർ ഉണ്ട് നോർമൽ. പിന്നെ മെയിനായിട്ടുള്ളത് ഇവിടെ ഓവനാണ്. ഓക്കെ, ഈ ഓവൻ ഭയങ്കര വലുതാണ്. നമുക്ക് കുറേ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത്. ഇതിപ്പോൾ ഞാൻ ഫുഡ് എടുത്ത് വെച്ചേക്കാണ്, ഓവൻ ക്ലീൻ ആക്കി വെച്ചിട്ട്. അപ്പോൾ ഇതിലൊരു 1 2 3 4 ട്രേ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ഒരു 10 കിലോ ചിക്കൻ വരെ നമുക്ക് ഇതിൽ ഒറ്റയടിക്ക് കുക്ക് ചെയ്യാൻ പറ്റും, മനസ്സിലായി? അത്രയും ഹെവി ഡ്യൂട്ടി ആയൊരു ഓവനാണിത്. പിന്നെ ഇത് നമ്മുടെ സാധാരണ നാട്ടിലുള്ളത് പോലെ എന്നിട്ടാണ് ഗ്രൈൻഡർ, ദോശമാവൊക്കെ അരക്കാനായിട്ട്. പിന്നെ ഒരു ഡിഷ് വാഷറാണ്. ഡിഷ് വാഷർ ഒരു വലിയ ഹെവി ഡ്യൂട്ടി ഡിഷ് വാഷറാണ്. ഒരു പാത്രമൊക്കെ വെച്ചിട്ട് നമുക്ക് ഡിഷ് വാഷ് ചെയ്യാം. പിന്നെ 2 സിങ്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഏരിയയാണ്. പിന്നെ എക്സോസ് ഉണ്ട് കേട്ടോ. എക്സോസ് മെയിനുള്ള കാര്യമാണ്. എക്സോസും കാര്യങ്ങളൊക്കെ തന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്തെങ്കിലും ഫയറോ കാര്യങ്ങളായാലും ഇവിടെ നിന്ന് നമുക്ക് ഡ്രൈ കെമിക്കൽ പൗഡറാണ് ഇതിൽ നിന്ന് വേണ്ടത് കേട്ടോ. ഓക്കെ, പിന്നെ പോർട്ടബിൾ എക്സ്റ്റിങ്ക്യൂഷർ ഇവിടെ വരുന്നുണ്ട്. ഇത് CO2 ആണ്. പിന്നെ അലാറം കാര്യങ്ങളൊക്കെ ഇവിടെ വരും. അവിടെ ഞാൻ പറഞ്ഞില്ലേ ഓണാക്കുമ്പോൾ വരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൺട്രോൾ പാനലായ സംഭവം ഇവിടെയുണ്ട്. ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്നിട്ട് കട്ട് ഓഫ് പവർ കൊടുക്കുക, കട്ട് ഓണും ചെയ്യുക, ഓഫും ചെയ്യാം, മനസ്സിലായോ? അപ്പോൾ അതിങ്ങനെ ഒരു സംഭവമാണ്. ഒരു ഫയർ ബ്ലാങ്കറ്റ് ഉണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു കുറവ് നമ്മൾ വരുത്തൂല. നമ്മൾ സാധാരണ ഹോട്ടലിലുള്ളതിനേക്കാളും കൂടുതൽ സേഫ്റ്റി ഇവിടെ ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ അതുണ്ട്, അത് അറിയുകയും ചെയ്യണം. അപ്പോൾ ആരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ആൻഡ് ഷെയർ ചെയ്യുക. ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ഇടുന്നതാണ്. കടലിൽ എന്താ നടക്കണേന്ന് അങ്ങനെ ആയിരിക്കും അറിയില്ല. ഇവിടെ ആൾക്കാർ എങ്ങനെ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഈ കിച്ചൺ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഇനി എഞ്ചിൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, നാവിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. എല്ലാം ഡിഫറെൻ്റ് ആണ്. നമുക്ക് പറഞ്ഞാൽ അത് ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതെന്താണ് അതങ്ങനെ എന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്നും ആരും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ വന്ന് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാമെന്ന് ചോദിച്ചത്. അപ്പോൾ കൂടുതൽ കപ്പൽ വീഡിയോസായിട്ട് ഞാൻ ഇനി വരുന്നതാണ്. അപ്പോൾ അതുവരെ സൈൻ ഓൺ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഓക്കെ.